65-ാമത്തെ വയസ്സിലാണ് ഫാദർ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എല്ലാവരും നമ്മുടെ നാട്ടിലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഒരു 60, 62, 65 ആണല്ലോ ഈ റിട്ടയർമെൻറ്റ് ലൈഫ്. ആ ലൈഫിലാണ് ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളോട് എപ്പോൾ ഉപദേശിക്കും, ഭക്ഷണം കഴിക്കുമ്പോഴും വെറുതെ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒക്കെ പറയും, നമ്മളെന്താണോ കഴിക്കുന്നത് അത് മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കാവൂ. നമ്മളെന്താണോ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത് അത് മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കാവൂ. അത് ഒരാളെ ഒരു ലൈഫ് മിഷനാണ്. അത് വലിയൊരു ദൗത്യം തന്നെയല്ലേ. കാരണം ഒരു പിതാവിന് പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന എക്കാലത്തെയും വലിയൊരു ആപ്തവാക്യാണ്. ഈ ഭൂമിക്ക് അല്ലെ ഈ പ്രപഞ്ചത്തിന് ഒരു താളമുള്ള പോലെ നമ്മളെ ലൈഫിന് ഒരു താളം വേണം. ഒരു ലൈഫ് എന്താ പറയുക സ്പോയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ഒന്നും ഒരിക്കലും വിജയിക്കില്ല. ഇപ്പോൾ ബിസിനസ് ലൈഫ് മിഷൻ നമ്മൾ കച്ചവടത്തെ ജീവിതമായിട്ട് ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയാണല്ലോ കച്ചവടം, ജീവിതം മറന്നൊരു കച്ചവടം. പല ആളുകളും ഇപ്പോൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നു. കുറേ പണം ഉണ്ടാക്കുക, പണപൂജകരായിട്ട് മാറിയിട്ട് വെറും കച്ചവടത്തിൽ പോയി ചെന്ന് പെട്ടിട്ട് ജീവിതവും കുടുംബവും അങ്ങനെ ടോട്ടൽ ലോസ് എന്ന് നമുക്ക് പറയാം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് 1944 എന്ന് പറയുന്നത് 1944 എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 80 വർഷത്തെ പിറകിലോട്ട് താങ്കളുടെ വലിയ പാരമ്പര്യത്തിൻ്റെ പിതാവിൽ നിന്ന് തുടങ്ങിയൊരു യാത്ര, വലിയ യാത്രയാണത്. അത് പാണ്ട ഫുഡ്സ് പിതാവ് താങ്കളിലും സഹോദരങ്ങളിലെ ഏൽപ്പിച്ചു പോയ വലിയൊരു ഒരു ബ്രാൻഡാണ് പാണ്ട ഫുഡ്സ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും രസമുകുലങ്ങളിലും ടേസ്റ്റ് ബഡ്സിലും അതുപോലെ മനസ്സിലെ വിശ്വാസത്തിലും ആ ഒരു ബ്രാൻഡ് ഉണ്ട്, നമുക്കറിയാതെ. എന്താണ് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പാണ്ടയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ പിരിഞ്ഞുപോയ, ഈ ലോകത്തുനിന്ന് പിരിഞ്ഞുപോയ വലിയൊരു പൈതൃകം ബാക്കി വെച്ച്, വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ബാക്കി വെച്ച്, തലഭാരം ബാക്കി വെച്ച് കടന്നുപോയ പിതാവിനെക്കുറിച്ചും പിതാവ് ഉണ്ടാക്കിയ ഒരു വലിയ പാരമ്പര്യത്തെക്കുറിച്ചും ഇമ്രാന് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ 65-ാമത്തെ വയസ്സിലാണ് ഫാദർ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എല്ലാവരും നമ്മുടെ നാട്ടിലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഒരു 60, 62, 65 ആണല്ലോ ഈ റിട്ടയർമെൻറ്റ് ലൈഫ്. ആ ലൈഫിലാണ് ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്തെ ഒരു തുടങ്ങിയ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രി, ഒരു പ്രൊഡക്ഷൻ എന്നുള്ള നിലക്കുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറച്ച് റീറ്റെയിലും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരാളെ ലൈഫിലൊരു അംബീഷനാണ്. നമ്മളോട് എപ്പോൾ ഉപദേശിക്കും, ഭക്ഷണം കഴിക്കുമ്പോഴും വെറുതെ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒക്കെ പറയും, നമ്മളെന്താണോ കഴിക്കുന്നത് അത് മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കാവൂ. നമ്മളെന്താണോ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത് അത് മാത്രമേ ജനങ്ങൾക്ക് കൊടുക്കാവൂ. അതൊരാളെ ഒരു ലൈഫ് മിഷനാണ്. അത് വലിയൊരു ദൗത്യം തന്നെയല്ലേ. കാരണം ഒരു പിതാവിന് പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന എക്കാലത്തെയും വലിയൊരു ആപ്തവാക്യാണ് VNK അഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം. VNK 3 അക്ഷരങ്ങളിൽ തീർച്ചയായും ഇംപ്രിന്റ് ചെയ്തൊരു വലിയ ചരിത്രമാണല്ലോ. അപ്പം അത് 89-ലാണ് പാണ്ട എന്ന് തോന്നുന്നു. 35 വർഷമായി, പൂർത്തിയായി 35 വർഷം അല്ലേ? അതെ. അപ്പോൾ താങ്കൾ ഇത് ഏറ്റെടുത്തത് എവിടെ മുതലാണ്, എങ്ങനെയാണ് താങ്കളിലേക്ക് അത് ഒരു പാണ്ട എന്ന് പറയുന്ന ബ്രാൻഡ് ഉത്തരവാദിത്വം വന്നത്? ഫാദറുള്ള സമയത്ത് തന്നെ ഞാൻ ഫാദർ കൂടെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തതും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയതും ചിലപ്പം ഞാനായിരിക്കും. പോലെ പോയിട്ടുണ്ട് ഇമ്രാൻ. തീർച്ചയായും കുറേ പുറം രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ്സുമായിട്ട് ആവശ്യപ്പെട്ടിട്ട്, ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇത് ഫാദർ ഒരു വല്ലാത്തൊരു ഡ്രീമാണ് ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഇൻഡസ്ട്രികളിൽ മേഖലയിലും കൈവച്ചെങ്കിലും ഇത് വല്ലാത്തൊരു ഡ്രീമാണ് ഫാദർ. നല്ല ഭക്ഷണം, നല്ലത് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു പക്ഷേ ലോകത്ത് ഈ ഏറ്റവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പേര് സെലക്ട് ചെയ്തതും പാണ്ഡ്യയായിരിക്കും. അതെ, അത് പറയാൻ കാരണം ഈ പാണ്ഡ എന്ന ജീവി
അത് സിമ്പിൾ ചെയ്യുന്നത് നമ്മൾ എന്ത് കഴിക്കാൻ കൊടുത്താലും ആ ജീവിക്ക് കൊടുത്താലും അത് തുടച്ച് വൃത്തിയാക്കി ചെക്ക് ചെയ്തതിന് മാത്രമേ ഉപ്പര് വയറ്റിലേക്ക് അങ്ങനെ ഒരു അടിസ്ഥാനം അതിൻ്റെ ഉള്ളിൽ രഹസ്യമുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിൽ രഹസ്യമുണ്ട്. ഒരു മാർദ്ദവമുള്ള ഒരു നമ്മൾ മുയലിനെ പോലെയൊക്കെ കാണുന്ന ഒരു ജീവിയാണല്ലോ, വളരെ കാണുമ്പോ സോഫ്റ്റ് ആയിട്ടുള്ള ജീവിയാണ്. ഞാൻ റീസെന്റ് ആയിട്ട് ഓമനത്വം തുളുമ്പുന്ന ഒരു മുഖവും തീർച്ചയായും എൻ്റെ കുറേ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു എന്നെ ഡയറക്റ്റ് കാണല്. കണ്ടോ? അപ്പോൾ യാദൃശികമായിട്ട് പിന്നെ ഖത്തറിൽ പോയ സമയത്ത് അവിടെ ഒരു പാണ്ട ഹൗസ് ഞാൻ പോയി വിസിറ്റ് ചെയ്തു. ചൈന ഗവൺമെന്റ് ഖത്തർ ഗവൺമെന്റിന് ഈ ഫിഫയുടെ സമയത്ത് ഒരു സമ്മാനമായിട്ട് കൊടുത്തതാണ് ഒരു ആൺ പാണ്ഡയും ഒരു പെൺ പാണ്ഡയും. രണ്ടാളേ ഉള്ളൂ അവിടെ. അതേ ഉള്ളൂ, ആകെ 2 പേരേ ഉള്ളൂ. ഇത് റെഡ് ഡാറ്റ ബുക്കില്, അതായത് വംശനാശം വരുന്നവരുടെ ബുക്കില് ആ ലിസ്റ്റിൽപ്പെട്ടല്ലേ ഇത്? അതെ 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 അതെ. അപ്പൊ ലോകത്ത് തന്നെ റേറസ്റ്റ് ആണ് അല്ലേ? റേറസ്റ്റാ. നമ്മളെ കമ്പനിയും പറയുകയാണെങ്കിൽ റേറസ്റ്റാ. യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ തന്നെ ഈ റെഡ് ഡാറ്റ ബുക്കില് പാണ്ഡയെ പിടിച്ചത് ഫാദറിന്റെ വലിയ ഒരു 3 വർഷമായില്ലേ പിരിഞ്ഞിട്ട്? എനിക്ക് വിരിഞ്ഞിട്ട് 3 വർഷമായി ഈ ലോകത്തുനിന്ന്. അപ്പോൾ ഒരു ശരിക്കും ഒരു 97 വയസ്സ് വരെ, ഒരു 98 അറബി മാസം പറയുകയാണെങ്കിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 100 വയസ്സ്. അതെ, അത് വ്യത്യാസം വരും. കാരണം 10 ദിവസം ഒരു വർഷത്തിൽ, 11 ദിവസം ഒരു വർഷത്തിൽ പോകുന്നുണ്ടല്ലോ. 93 വയസ്സോളം ഉണ്ടായിരുന്നു മരണസമയത്ത്. അതിൽ 90 വയസ്സ് വരെ സ്വന്തം കാര്യം ഒരാളെ പോലും ഹെൽപ്പ് ചെയ്യാ, എന്താ പറയാ, ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്ത സ്വാശ്രയത്വം. സ്വന്തമായിട്ട് നേരത്തെ എണീക്കും, നേരത്തെ ഉറങ്ങും, വിശക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ. നല്ല യാത്ര ചെയ്തിട്ടുണ്ട്, നല്ല വായന ഉണ്ടായിട്ടുണ്ട്, നല്ല സംസാരപ്രിയനാണ്. സൽക്കരിക്കും അല്ലേ? അതെ, തീർച്ചയായും. അതുപോലെ കാരണം എൻ്റെ ഫാദറിലോ ആയിട്ട് വളരെ വലിയ ബന്ധമാണ്. ഫാദറിലോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പേരാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇത് പതിഞ്ഞത്. VNK ആരാണ് VNK എന്ന് ഞാനിങ്ങനെ തപ്പി നടക്കുക. ആരും എനിക്ക് കിട്ടിയില്ല. VNK എന്ന് അദ്ദേഹം അങ്ങനെ പറയുമോ ഇടയ്ക്കൊക്കെ. പക്ഷെ അത് റാസൽ ഖൈമയിൽ വെച്ചാണ് നമുക്ക് അതൊരു കൂടി ചേരലുണ്ടായത്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, വീട്ടിൽ വന്നിട്ട് നമ്മൾ റേഡിയോ സ്റ്റേഷൻ റേഡിയോ ഏഷ്യയിൽ പോയി ആ ഒരു വല്ലാത്ത ഓർമ്മയാണ്. അതെനിക്ക് വന്ന് 10 വർഷം മുമ്പായിരിക്കും. അതെ. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഫുഡ് കൊടുക്കുന്നത് ദൈവമാണെന്ന്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു മഹത്തായ ദൗത്യമാണ് ഭൂമിയിൽ. നമ്മൾ അവൻ്റെ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ്. തീർച്ചയായും. അത് അന്നം കൊടുക്കാൻ നമ്മളെ കൈകളെ ദൈവം തിരഞ്ഞെടുത്താണ്. ആ നിലക്ക് ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, ധാർമ്മിക ബോധം എങ്ങനെയാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? ബ്രദേഴ്സാണല്ലോ, പ്രത്യേകിച്ച് ഇമ്രാനെ എനിക്കറിയാം. വർഷങ്ങളായിട്ട് നിങ്ങളുടെ ബന്ധുക്കൾ മൊത്തത്തിൽ ലുക്മാന്, ഹാറൂന്, അതുപോലെ തന്നെ സൽമാന്, കൽദൂന്, ഇവർ 5 പേരും നിങ്ങളുടെ സിസ്റ്റേഴ്സിനെ എനിക്ക് അറിയാത്തതുള്ളൂ, ഒരുപക്ഷെ കണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു വലിയ പൈതൃകത്തെ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് കാത്തു സൂക്ഷിക്കുന്ന വളരെ വിരളം കുടുംബങ്ങളേ ഉള്ളൂ. അതും വലിയ വർഷങ്ങളാണ്, 80 വർഷത്തെ വലിയൊരു പാരമ്പര്യം. ഇന്നും നിങ്ങളത് വളരെ വൈകാരികമായിട്ട്, അത് ധാർമ്മികമായിട്ട്, ദൈവികമായ മഹത്വത്തോടെ ഒരു മിഷൻ, ഒരു ദൗത്യമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയണമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഇരുത്തം പോലും. ഞാനത് വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ. അതാണ്, അത് നമ്മളുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ നിലക്ക് ഇനി എത്ര പ്രൊഡക്ട്സുകളും എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ശൃംഖലകളും, അതൊക്കെ അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ പറയുമോ? ഈ പറഞ്ഞ ബ്രദേഴ്സൊക്കെ നമ്മളെ ശരിക്കും കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാർ തന്നെയാണ്. അതെ, നിങ്ങളെ കുടുംബം പറഞ്ഞല്ലോ. അതെ, അതാണ് നമ്മളൊരു വിജയം. അതെ, വലിയ വിജയമാണ്. രണ്ടാമത്തത് കാര്യങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരാളാണ് ലീഡർഷിപ്പ്, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഞാനാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്ന ഡയറക്ടറായിട്ട്. അതെ അതെ. എന്നാലും എല്ലാ പോയിന്റിലും നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല, മനുഷ്യനാണല്ലോ. അതെ. ഈ 5 വിരലുള്ളതുമാതിരി തന്നെ 5 ആൾക്കാർ 5 അഭിപ്രായം. പക്ഷെ എങ്ങനെയാണ് അതിനെ പിടിക്കുമ്പോ നമ്മളിങ്ങനെ പിടിക്കുമ്പോ എല്ലാം ഒരു പോയിന്റിൽ എത്തുന്നില്ല. അതേപോലെ സ്വാഭാവികമായിട്ട് ഒരു വിഷയത്തിൽ വരുമ്പോ ഡിഫറൻസ് ഉണ്ടാവും. അത് മനുഷ്യനെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്ന് കടഞ്ഞെടുത്ത് ലാസ്റ്റ് വരുമ്പോ എല്ലാവരും പോയിന്റ് ഈക്വലായി. അതാണ് അതിന്റെ വിജയം. അതാണ് വിജയം. അതിൽ ഇമ്രാൻ വഹിക്കുന്ന പങ്കുകൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രസക്കൂട്ടുകൾ, സീക്രട്സുകൾ, ഇതിനെ കൊണ്ടുവന്ന രീതികൾ, അതൊക്കെ ആളുകൾക്ക് ഇപ്പൊ വളരെ പ്രാധാന്യം. തീർച്ചയായും.
ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ആരംഭിക്കുന്നത് പർച്ചേസ് എന്നാണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പിന്നെ കണ്ണും കൈയും എത്തേണ്ട സ്ഥലം. അതെ, പർച്ചേസ്. അതെ, അത് നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല, ക്വാളിറ്റി കീപ്പ് ചെയ്യാനും. അതെ, ഒരുവിധം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. കർഷകരുടെ പിന്നെ മനസ്സും അതുപോലെ തന്നെ അവരുടെ കൂടെ ഭക്ഷണവും അവരുടെ താമസമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പിതാവിന്റെ കൂടെ ആയിരുന്നോ? പിതാവ് ഉള്ള സമയത്തും ഇപ്പം സ്വാഭാവികമായിട്ടും 3 വർഷമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത സമയത്തും പിതാവ് തന്നെ വലിയൊരു കർഷകനായിരുന്നു. തീർച്ചയായും വലിയൊരു കർഷകനായിരുന്നു. മാത്രമല്ല പ്രകൃതി സ്നേഹി. അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ അതേ ഒരു ജീപ്പും കുറേ പിന്നെ പണിയായുധങ്ങളൊക്കെ വെച്ച് ആരെങ്കിലും ഹെൽപ്പൊക്കെ വെച്ചിട്ട് റോഡ് സൈഡ് നീളെ മാത്തൈ പ്ലാത്തൈ ഇതുപോലെയുള്ള അല്ലേ സംഗതികൾ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വലിയ സഞ്ചാരിയായിട്ട് പോലും ആ മാസങ്ങളിൽ അദ്ദേഹം തിരഞ്ഞെടുക്കായിരുന്നു എന്നുള്ളത് അല്ലേ? കറക്റ്റ്. നിങ്ങൾ പറയും അസസ്മെന്റ് കറക്റ്റ്. അതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 മുതൽ ഞാൻ ഇതിൽ ഈ പറഞ്ഞ പിന്നെ എന്താ പറയുക വൃക്ഷങ്ങളും മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുന്നതിൽ പങ്കുചേർന്ന ആളാണ്. 54 മുതൽ തങ്ങളുണ്ടാവും. ഓ തീർച്ചയായും. അനുഭവമായിരിക്കും. മക്കളും നമ്മുടെ പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട പണിക്കാർ മുഴുവനും എല്ലാവരെയും വണ്ടി കയറ്റി സ്വാഭാവികമായിട്ടും ഭയങ്കര രസമായിരിക്കും അനുഭവം. എത്രയോ ആൾക്കാർ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പറയല് നമ്മുടെ പ്രവാചകന്മാരൊക്കെ ഭ്രാന്തന്മാരായിട്ട് പിന്നെ സമൂഹം വിലയിരുത്തിയതാണ്. അതൊക്കെയാണ് 3 കാര്യങ്ങൾ ഒത്താല്. ഒന്ന് ഭ്രാന്തൻ എന്ന് വിളിക്കുക, വീട്ടിൽ നിന്ന് പുറത്താക്കുക, നാട് അവരെ അടിച്ചു പിടിക്കുക. ഈ 3 കാര്യങ്ങൾ ഒത്താല് അവർ വലിയ ലെവലിലാണെന്ന്. കാരണം മുഴുവൻ പ്രവാചകന്മാരും മഹർഷിമാരും മുനിമാരും ഇത് മൂന്നും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് കർഷകരുടെ ഈ പർച്ചേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും വന്ന സാധനങ്ങൾ നമ്മൾ ഓർഡർ കൊടുത്തത് തന്നെയാണോ എത്തിയെന്ന് ചെക്ക് ചെയ്യണമല്ലോ. അത് നമുക്ക് നല്ലൊരു പിന്നെ അഷ്വറൻസ് തരുന്ന ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ ചെക്ക് ചെയ്യും. അവർ പിന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സാധനങ്ങൾ അവിടെ നമ്മൾ ഗോഡൗണിലേക്ക് ഇറക്കുള്ളൂ. അത് സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ്. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഇപ്പൊ ചെയ്യുന്നില്ല. എൻ്റെ ഇപ്പോഴുള്ള അനുഭവം ഈ ഒരു പിന്നെ റമദാനൊക്കെ ആയല്ലോ, ഈ തൊട്ടടുത്ത് ഒരു വന്നതിലും കൂടുതലാണ് ഞങ്ങൾ തിരിച്ചയച്ച സാധനങ്ങൾ. വെരി ഗുഡ്. വന്നതിൽ നമ്മൾ സ്വീകരിച്ചതിൽ കൂടുതലാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്താ പറയുക, അത് ഇതിന്റെ ഒരു അടിസ്ഥാന വിജയത്തിന്റെ ഒരു വലിയ ഫാക്ടറാണല്ലോ. കാരണം റോ മെറ്റീരിയൽ നിന്നല്ലേ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാവുക. അപ്പൊ 10 ഗുണം 10 ഗുണം എന്ന് അറിയല്ലോ. തീർച്ചയായും. വെരി ഗുഡ്. എന്നിട്ട് അത് പിന്നെ ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷനിൽ എടുക്കുന്നു. ആ പ്രോസസ്സിംഗ് ഒക്കെ അവിടെ നടക്കുന്നു. പാക്കിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഡെസ്പാച്ചിങ്ങും ഡെലിവറിങ്ങും ഒക്കെ നടക്കുന്നു. പിന്നെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അതെ, നമ്മളെ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വാങ്ങൽ മാത്രമല്ല, അതെ, അതിൻ്റെ വിൽപ്പനയുടെ മേലും നല്ലൊരു കണ്ണും കൈയൊക്കെ വേണം. എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? എത്ര സൂക്ഷ്മമായിട്ടും വൃത്തിയായിട്ടും കൃത്യമായിട്ടും ഒക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ സിസ്റ്റം. ഒരു തലവേദന ഉണ്ടാക്കി സ്ട്രെസ് ഉണ്ടാക്കുന്ന പരിപാടികൾ ഒരു സിസ്റ്റത്തിലല്ലേ ഇതൊക്കെ ഓടുന്നത് അല്ലേ? അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഓടുന്നല്ലേ ഇതെല്ലാം? അതെ. എങ്ങനെയാണ് ഈ ഭൂമിക്ക് അല്ലെ ഈ പ്രപഞ്ചത്തിന് ഒരു താളമുള്ള പോലെ നമ്മളെ ലൈഫിനൊരു താളം വേണം. ഒരു ലൈഫ് പിന്നെ എന്താ പറയുക സ്പോയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ഒന്നും ഒരിക്കലും വിജയിക്കില്ല. അത് ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ഇതൊക്കെ ഒരു അസറ്റായിട്ട് കരുതണം. നമ്മളൊരു മെഷീനെ പോലെ അല്ലെങ്കിൽ എന്താ പറയാ അതുപോലെ കരുതിയാൽ മാത്രമേ ഇതൊക്കെ വിജയിക്കുള്ളൂ. കാരണം ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒരാൾ ഇതുവരെ ലോകത്ത് വിജയിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ബെറ്റർ ഹാഫ് എന്നാ പറയാ. ഭാര്യയെ നമ്മൾ സ്നേഹധർമ്മിണി. അതെ, ഒരു ഇണന്നൊക്കെ പറഞ്ഞ പോലെ. അത് അതിലുപരിയാണ് ശരിക്ക് നമ്മുടെ മാതാപിതാക്കൾ. ഈ ബെറ്റർ ഹാഫ് എന്നുള്ളത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ആളാണ് മാതാപിതാക്കൾ. അവരെ അഡ്വൈസും വലിയൊരു ഘടകം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഫാദർ മാത്രമല്ല, നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കുറെ ശിക്ഷണങ്ങളുണ്ട്. ഉമ്മയും എങ്ങനെയൊക്കെയാണ് ഉമ്മ നിങ്ങളെ സ്വാധീനിച്ചത്? ഉപ്പാൻ്റെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഉമ്മ നിങ്ങളെ മക്കളെയൊക്കെ കുടുംബത്തെയും പിതാവിനെയും ഒക്കെ സ്വാധീനിച്ച ഒരു വലിയ ഘടകമായിരിക്കുമല്ലോ. അത് അറിയാൻ ആൾക്കാർക്ക് വലിയ ബോധ്യം ഉണ്ടാവും. തീർച്ചയായും.
ഉമ്മ ശരിക്കും ഉപ്പാൻ്റെ വിജയം ഉമ്മ തന്നെയാണ്. പിന്നെ നമ്മളെ വിജയം പറയണ്ടല്ലോ. അതെ, ഗ്രേറ്റ്. നമ്മളെ താങ്ക് ഗോഡ് നമ്മളെത്രയോ വളർന്നതിന് ശേഷമാണല്ലോ കല്യാണമൊക്കെ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ വിജയം ഉമ്മ തന്നെ. ഉപ്പ സ്വാഭാവികമായിട്ടും ഒരു പ്രകൃതിയും പ്രകൃതവും മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പുറത്തും പിന്നെ ഉമ്മ ഉള്ളിലുണ്ടാവും. സ്വാഭാവികമായിട്ടും ഉമ്മമാരൊക്കെ ഉള്ളിലുണ്ടാവും. ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ വന്നിട്ട് എന്താണ് അമ്മയുടെ പേരെന്താണ്, അമ്മ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഹൗസ് വൈഫ് എന്ന് പറയും. ഞാൻ ഇത്ര ചെറുതാക്കണോ ഇത്ര കൊച്ചാക്കണോ അമ്മയെ. ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, മുലയൂട്ടി വളർത്തിയാരാ, നിന്നെ ഈ ലെവൽ എത്തിച്ചാരാ, നിന്റെ അച്ഛനെക്കാട്ടും കൂടുതൽ പങ്ക് അമ്മക്കില്ലേ, അപ്പൊ നീ ഇത്ര ചെറുതാക്കണം. ഞാൻ അവർക്ക് ഡെഫിനിഷൻ പറയല് ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ പിന്നെ ഹോം മേക്കർ. ഫാമിലി ആർക്കിടെക്ട്, ഹോം മേക്കർ. അതെ, അങ്ങനെയാണ് ശരിക്കും ഒരു ഫാമിലി ആർക്കിടെക്ട് ആണ്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ് ശരിക്കും. കാരണം അവരില്ലാതെ ഒന്നാവില്ല ഒരിക്കലും. ശരിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ 100% 50 ഉമ്മയും 50 ഉപ്പയും തന്നെയാണ്. അഥവാ അമ്മയും അച്ഛനും തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഒരു സ്ത്രീയിൽ നിന്ന് പാതി ദൈവികമായ പാതിയെ ഉൾക്കൊണ്ട് മെച്യൂർഡ് ആവാത്ത വ്യക്തിത്വങ്ങളെ ലോകത്ത് എത്ര വലിയവനാണെങ്കിലും അവനിൽ നിന്ന് അത്ര നന്മയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 10 ഗുണം 10 ഗുണം. അതെ, വീട്ടിലെന്താണ് നമുക്ക് കിട്ടിയ സംസ്കാരം അതിൽ നമ്മളെ പുറത്ത് കാണിക്കുക. അതെ, സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും. അത് ചില്ലറ കാര്യമല്ല. അല്ല, നമുക്ക് പിന്നെ വീട്ടിലുള്ള പല ഇതുണ്ടാവും, അത് വെളിയിൽ കാണിക്കാൻ പറ്റില്ല. നമ്മളെ കോമ്പൗണ്ടിന്റെ പുറത്താൻ പറ്റില്ല. അതെ, അതിൻ്റെ എല്ലാ രാജപദവി അലങ്കരിച്ച് അതിനെ ഭദ്രമായി കൊണ്ടുപോകുന്നത്. തീർച്ചയായും അല്ലേ, സുരക്ഷിതമായി, ഭദ്രമായി, രഹസ്യമായി, എന്നാൽ കുലീനമായി. അതെ തീർച്ചയായും. അല്ലേ, അതെ. ആഭിജാത്യത്തിന്റെ ആ കുലീനതയുടെ ഗാംഭീര്യം അമ്മയാണ്. തീർച്ചയായും അവർക്ക് മാത്രമേ അത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ആ സഹനശീലവും ആ വിശാലതയും അല്ലേ, ആ സഹാനുഭൂതിയും, എന്താ പറഞ്ഞ എല്ലാ ദൈവികമായ ക്വാളിറ്റീസും ഒരു അമ്മയിലും ഉമ്മയിലുണ്ട്. അല്ലേ? അതെ, തീർച്ചയായും. അതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ശരിക്കും മലയാളത്തിലുണ്ടല്ലോ, മാതാ പിതാ ഗുരു ദൈവം. ഗുരുദൈവം, ശരിക്ക് മാതാവാണ് ആദ്യം. നമ്മുടെ മതം പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിനക്ക് ആരോടാ കടമ, കർത്തവ്യം? നിന്റെ മാതാവിനോട്. പിന്നെ ആരോടാന്ന് ചോദിക്കപ്പെടുന്നുണ്ട്, അപ്പം മാതാവിനോട്. പിന്നെ ആരോടാ പ്രവാചകരെ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഒരു ശിഷ്യൻ, അപ്പോൾ മാതാവിനോട് പറഞ്ഞു. പിന്നെ 4ാമത്തെ ചോദിച്ചപ്പോ പിതാവിനോട് എന്ന് പറയുന്നത്. തീർച്ചയായും. പിന്നെ പ്രാധാന്യമുള്ളതുകൊണ്ടാ. അതെ, പിന്നെ സ്വർഗം നിങ്ങളുടെ മാതാവിന്റെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പലപ്പോഴും മാതാവ് ഒക്കെ വളർന്ന് പ്രായമായി നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ലെവലിലും നമ്മുടെ ആ സ്റ്റാൻഡേർഡിലും എത്താതിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തൊക്കെ ഈർഷ്യം പ്രയാസമൊക്കെ തോന്നിപ്പോവും. പക്ഷേ നമുക്ക് മാതാവിനെ മാറ്റി പുതിയൊരു സ്വർഗം പണിയാൻ പറ്റില്ല. മാതാവിന് പകരം വേറൊരു സ്ത്രീയെയും നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്വർഗവും നമുക്ക് അന്യമായി പോവുകയാണ്. ഈ കിട്ടിയ മാതാവിന്റെ കാലടിയിൽ നിന്ന് തന്നെ ആ സ്വർഗത്തെ പ്രാപിക്കണം എന്നല്ലേ അത് ഇത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും മാതാവിന് നമ്മളെക്കാട്ടും ഒരു 10-20 ഏജ് ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ഇന്നും അവരെ ഒരു കുട്ടിയായിട്ടേ കാണുള്ളൂ. നമ്മളെന്തായാലും ഒരു വീട്ടിലെ ഒരാളെന്നുള്ള നിലയ്ക്ക് ചിലപ്പം എടാ പോടാ ബന്ധമുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് അതാണ് നമുക്ക് ഒരു ചെറുപ്പമായിട്ട് തോന്നുന്നത് മാതാക്കള്. ശരിക്കും നമ്മൾ വളർന്നാലും അവർ കാണുന്നത് നമ്മളെ കുട്ടികളായിട്ട് തന്നെ അല്ലേ. അതെ, അവർക്ക് നമ്മൾ വലുതായിട്ട് തോന്നൂല്ലല്ലോ. അതെ, അതാണ് ശരിക്കും വല്ലാത്തൊരു ഫീലാ. ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ എനിക്കൊരു ഫോൺ വന്നു, ഉമ്മച്ചിയായിരുന്നു. ഞാൻ വേഗം തിരിച്ചു വിളിച്ചു. നേരത്തെ ഇൻ്റർവ്യൂവിലായിരുന്നല്ലോ. തിരിച്ചു വിളിച്ച് ഉമ്മച്ചി വിളിച്ചു, ഞാനിതാ കൊച്ചിയിലാണമ്മ. ഞാൻ ഉപ്പാനെ വിളിച്ചായിരുന്നു, പാപ്പച്ചിനെ വിളിച്ചായിരുന്നു. അപ്പോൾ തെറ്റി എൻ്റെ അടുക്ക് വന്നു. അത് നന്നായി. വെള്ളം കുടിച്ചോ? നീ വെള്ളം കുടിച്ചോ? ഉമ്മാക്ക് ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ് 15 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. നിങ്ങളെ പറഞ്ഞ വാക്ക് ഞാനിപ്പം അത് കേൾക്കുകയാണ്. തീർച്ചയായും. അത് പിന്നെ ഞങ്ങൾ വയനാട്ടാണ് ഞങ്ങളെ സ്ഥാപനങ്ങളുള്ളത്. കടവത്തൂരാണ് ഞങ്ങളെ ഹോം ടൗൺ. അതെ, തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ കടവത്തൂർ. അതെ. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടാൽ വയനാട്ടിലേക്ക് പുറപ്പെട്ട സ്വാഭാവികമായിട്ട് ചുരമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ വയനാട്. അതെ, നമ്മൾ പുറപ്പെടുമ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചുരത്തിലെത്തുന്നൊരു സമയത്ത് വിളിക്കും. സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ച് പോണേ, എന്താ കഴിച്ചോ. അത് ഏത് പാതിരാത്രിയായാലും
അല്ലെങ്കിൽ എത്ര നേരത്തെ വെളുപ്പം കാലത്തായാലും അത് വിളിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഉറങ്ങി എണീറ്റ് വിളിക്കും, ചിലപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വിളിക്കും. അതൊരു കരുതലാണ്. ആ കെയർ നമുക്ക് വേറെ എവിടെയും കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. അത് പോയാൽ അണഞ്ഞാൽ അത് നമ്മൾ പറയൂലേ, കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വില അറിയുമെന്ന് പറഞ്ഞ പോലെ. മാതാവ് പോയ ഭവനത്തിന്റെ വീടിന്റെ അവസ്ഥ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പിതാവ് പോകുന്നത് ഒരു പരിധി വരെ നമുക്കറിയാം, വേദന തന്നെയാണ്. പക്ഷെ മാതാവ് കൂടെ പോകുമ്പോൾ അത് അണഞ്ഞു, ഒരു വല്ലാത്ത ശൂന്യത. പിന്നെ നമ്മുടെ കാല് ആ തറവാട്ടിലേക്ക് തിരിച്ചു കയറി വരുന്ന കാല് വലിഞ്ഞ് നമുക്ക് എത്താൻ പറ്റില്ല. അത് കറക്റ്റാ. ശൂന്യത അത് ഫാദറിലോ VT കുഞ്ഞാലി മാഷ് നമുക്കറിയാം, പിന്നെ VNK വളരെ ഹൃദ്യമായി അടുത്തറിയാം. അദ്ദേഹവും ഞങ്ങളെല്ലാ മക്കളും ഇപ്പം ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ശൂന്യതയുണ്ട്. അതാണല്ലോ ഉമ്മ എന്ന് പറയുന്ന വലിയൊരു സംഭവം. മാതാവ് ദൈവം, ഭൂമിയിലെ കൺകണ്ട ദൈവം മാതാവ് എന്ന് കവി പറഞ്ഞത് വളരെ പ്രധാനം. അത് വലിയൊരു സംസ്കാരമായിട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് അല്ലേ? ഇന്നും നിങ്ങളെ തീരുമാനങ്ങളൊക്കെ ആയാൽ ഉമ്മയെ അറിയിക്കുമോ? തീർച്ചയായും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബ ബിസിനസ് ആണെങ്കിലും നമ്മളെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യും. അതെ, അതിലൊക്കെ എന്തെങ്കിലും പറയോ ഉമ്മയുടെ ഭാഗത്ത്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവം, പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അത് ഉമ്മാക്കും വേണ്ടപ്പെട്ട ഒരു സ്റ്റാഫാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ പല കമ്പനികളുണ്ടാവില്ല. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ പിന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് വീണ്ടും ആ ഗൾഫ് പോക്ക് ക്യാൻസലാക്കി ഞാൻ എന്തൊക്കെയാണ് പറയണ്ടത്, അതിൻ്റെ പോയിൻ്റൊക്കെ എന്നോട് ചോദിച്ചു. അത് എന്തൊക്കെ ഞാൻ സംസാരിക്കുന്നുള്ള പോയിന്റ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണുന്നത് ഉപ്പ മരിച്ചിട്ടും ഉമ്മ ഒരു ചെയർമാൻഷിപ്പ് നമുക്കുണ്ട്, ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് വലിയൊരു എന്താ പറയാ അഭയമാണ്. അതെ, തീർച്ചയായും അല്ലേ, ആശ്രയമാണ്. തീർച്ചയായും അതൊരു വലിയൊരു അംബ്രല്ല അല്ലേ നമുക്ക് തരുന്നത്. ഞാൻ ഒരു ഏറ്റവും റീസെന്റ് നടന്ന ഒരു എക്സാമ്പിൾ അതില് അത് നിങ്ങൾക്കൊരു വലിയൊരു എന്താണ് ഒരു ചെയർപേഴ്സൺഷിപ്പ് തന്നെയാണത്. തീർച്ചയായും. അതൊക്കെ ഇതിന്റെ മുന്നോട്ടുള്ള ഗമനത്തില് വലിയ നിർണായകമാണ് അല്ലേ? ഞാൻ എത്രയോ വട്ടം ആലോചിച്ചിട്ടുണ്ട്. അതെന്റെ ബ്രദേഴ്സായിട്ട് എന്നെ ഇത് എന്താ പറയാ ഈ സംഭവം പിന്നെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ സത്യത്തിൽ ബിസിനസ് ലൈഫ് മിഷൻസ് ഒരു പുതിയ എപ്പിസോഡിൽ തുടങ്ങാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള കുറേ രഹസ്യങ്ങളും മറിഞ്ഞു കിടക്കുന്ന, ഇപ്പം കൊടുക്കേണ്ട, ഇപ്പം കേൾക്കേണ്ട, ഇപ്പം ആളുകൾ അനുഭവിക്കേണ്ട പുതിയ തലമുറയൊക്കെ പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ടാവും, ഫൈനാൻസ് പഠിക്കുന്നുണ്ടാവും, HR പഠിക്കുന്നുണ്ടാവും, മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടാവും, സെയിൽസ് പഠിക്കുന്നുണ്ടാവും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ കെയർ പഠിക്കുന്നുണ്ടാവും, എന്നിത്യാദി ടെക്നോളജിക്കലി പുതിയ അഡ്വാൻസ്മെൻറ്റ് വളരെ വേഗം അവർ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവർക്ക് കിട്ടാത്ത വളരെ അടിസ്ഥാന മൂല്യങ്ങൾ ഇത്തരത്തിലുള്ള അല്ലേ, അതായത് നൂറ്റാണ്ട് നീളുന്ന ഒരു പൈതൃകം ബിസിനസ്സിൻ്റെ ഉൾച്ചേരുകയായിട്ട് അതിൻ്റെ സ്പൈനൽ കോഡും അതിൻ്റെ എല്ലാമായിട്ട് ഹൃദയമെടുപ്പായിട്ട് ചേരുന്ന ഒരു പൈതൃകമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നിരുന്ന ഒരു സ്ത്രീ എന്നാ പറയുക അല്ലേ അതെന്ന് പറഞ്ഞ് ഒതുക്കുന്ന ഒരു നമ്മൾ പറയുക അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ അല്ല അവർ. ശരിക്കും അവരാണ് ഇതിനെയൊക്കെ രൂപകൽപ്പന ചെയ്തതെന്നല്ലേ ശരിക്കും വരുന്നത് അല്ലേ? 89 തുടങ്ങിയ ഒരു കമ്പനി ദൈവം നമ്മൾ ഈ സംസാരിക്കുന്ന 2024 നിലനിർത്തുകയാണെങ്കിൽ എത്ര വർഷം അത് കളയാൻ വിതിൻ എ സെക്കൻഡ് നമുക്ക് മതി. ആ ബ്രാൻഡ് നമ്മളുണ്ടാക്കിയ ഇമേജ് കളയാൻ മതി. അത് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നുള്ള നിലക്ക് ഞങ്ങളൊരു ഉത്തരവാദിത്ത ഫാദറെ ഏൽപ്പിച്ച് പോയ അത് ഇംഗ്ലീഷിൽ 2-3 വാക്കുകളുണ്ട്. ഒന്ന് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ശരിക്കും. ചീപ്പ് ഈസ് ചീപ്പ്, ബെസ്റ്റ് ഈസ് ബെസ്റ്റ്. കുറച്ച് മുന്നേ ഒരു ആഡ് ഉണ്ടായിരുന്നു, പാണ്ഡെ ആണെങ്കിൽ ഒരു നുള്ളു മതി. നമ്മൾ പറയല്ലോ ഒരു നുള്ളു മതി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോഴിക്കോട് സാഗർ റെസ്റ്റോറൻറ്റ്, അവരെ ഞങ്ങൾ പിന്നെ ആരംഭകാലത്ത് അവിടെ കുറച്ച് സാമ്പിൾ കൊടുത്തു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മസാലയും മറ്റൊക്കെ. അപ്പോൾ അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ അളവിൽ നമ്മളെ സാധനം എടുത്തു. കറി ചീത്തയായി. നമ്മളെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനെ വിളിച്ചു. ഒച്ചപ്പാടുണ്ടായി, ബഹളം ഉണ്ടായി. അപ്പോൾ നമ്മുടെ നല്ല രസികനായിട്ടുള്ള ഒരു മാനേജർ ഉണ്ടായിരുന്നു, കുറ്റ്യാടി സ്വദേശി, ഒരു R മുഹമ്മദ് അജി. അദ്ദേഹം മരണപ്പെട്ടു. മൂപ്പര് വളരെ ശാന്തനായിട്ട് അവിടെ ചെന്നു.